അതായത് വ്ലോഗ് ചെയ്യാനായിട്ട് ഒരാളും ഈ ഫോൺ എടുക്കരുത്. ഹലോ സ്മാർട്ട് ഫോൺ ലവേഴ്സ്. അപ്പോൾ ഞാനിതാ ജനുവരിയിൽ എടുത്തതാണ് X300 കോമ്പാക്ട് ഫോണുകളുടെ കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് അടിപൊളിയായിട്ട് നടന്നിരുന്ന സാധനമാണ്. അപ്പോൾ ഇതാണ് സാധനം. ഇതിൻ്റെ ഞാനിപ്പോൾ ഏകദേശം 5 മാസത്തോളം ഈ ഫോൺ ഉപയോഗിച്ചു. അപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ, വീഡിയോ റെക്കോർഡിങ്ങിന് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഞാനിതെടുത്തത്. അപ്പം വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം ചെറുതായിട്ട് കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. അതാണ് മെയിനായിട്ട് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ നാഷണൽ ഡേ ക്യാപ്ചർ ചെയ്തു. അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ക്യാമറ പെട്ടെന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് ക്യാപ്ചർ ആവുന്ന ഇമേജ് ഒക്കെ പരന്ന് പോവാണ്. പരന്ന ഇമേജസ് ആണ് ക്യാപ്ചർ ആവുന്നത്. ഇത് 30 FPS എടുത്താലും 60 FPS എടുത്താലും പരന്ന് പോവാണ്. പിന്നീട് ഇത് ഒപ്റ്റിക്കൽ ഫ്ലോ ചെയ്യാനും പിന്നെ അതേപോലെ സ്റ്റെബിലൈസ് ചെയ്യാനും ശ്രമിച്ചു നോക്കി. പക്ഷെ വലിയൊരു റിസൾട്ടൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് സ്ലോ മോഷനിൽ ഇട്ട് നോക്കിയാലോ എന്ന്. സ്ലോ മോഷനിലിട്ട് നോക്കിയപ്പോഴും വലിയൊരു മാറ്റമൊന്നുമില്ല. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 30 FPS എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ 30 ഫ്രെയിം വെച്ച് ക്യാപ്ചർ ആയിട്ടാണ് ഒരു വീഡിയോ കാണിക്കുന്നത്. ഇതിനകത്ത് ക്യാമറ മൂവ് ആവുന്ന സമയത്ത് ക്യാപ്ചർ ആവുന്ന ഇമേജുകളിൽ പരന്ന് പോകുന്നതാണ് ഈ ഒരു പ്രശ്നത്തിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. സോ ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതായത് ഒരു വ്ളോഗർ എന്ന നിലയിൽ പെട്ടെന്ന് മൂമെന്റ്സ് കിട്ടുമ്പോൾ അപ്പം എടുക്കുന്നു, അപ്പം ഷൂട്ട് ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട അവസ്ഥകൾ വരും. ആ സമയങ്ങളിൽ നമുക്ക് എന്താ പറയുക, സ്റ്റെബിൾ ആയ ഒരു ഇമേജ് കിട്ടില്ല, വീഡിയോ ക്വാളിറ്റി കിട്ടത്തില്ല. അത് ഇങ്ങനെ യൂട്യൂബിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ വ്യൂവേഴ്സിന് അത് ഭയങ്കര ഇറിറ്റേറ്റ് ആയിരിക്കും. ആ പരന്ന് പോകുന്ന ഇമേജുകൾ ഭയങ്കര ഇറിറ്റേറ്റ് ആയിരിക്കും. ഈ ക്യാമറ സ്റ്റെബിലൈസ് ചെയ്ത് വെച്ച്, അതായത് പെട്ടെന്നൊന്നും മൂവ് ചെയ്യാതെ നമ്മൾ നോർമലായിട്ട് ഒരു സബ്ജക്റ്റിന് വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ഫോക്കൽ ലെങ്ത് നല്ല ഫോക്കൽ ലെങ്ത്, അതേപോലെ കളർ ഗ്രേഡിങ്, കളറും കാര്യങ്ങളൊക്കെ നല്ല കളർ ഗ്രേഡിംഗ് ആണ് കിട്ടുന്നത്. അത് 3 ക്യാമറയിലാണെങ്കിലും, അൾട്രാവൈഡിൽ, വൈഡിൽ, അതുപോലെ മെയിൻ ടെലിഫോട്ടോ എല്ലാത്തിലും നല്ല വിഷ്വൽസ് കിട്ടുന്നു, നല്ല റിസൾട്ടും ഉണ്ട്. ബട്ട് എപ്പോഴുള്ള മൂവ്മെൻറ്റ്, ക്യാമറ മൂവ് ചെയ്യുവാണോ നമുക്ക് കറക്റ്റായ ഇമേജ് ക്യാപ്ചർ ആവുന്നില്ല. ഇമേജ് പരന്ന ഇമേജുകളാണ് ക്യാപ്ചർ ആവുന്നത്. അതായത് മൂവ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റിന് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഷട്ടർ സ്പീഡ് കുറച്ച് വെച്ചിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് പരന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഷട്ടർ സ്പീഡ് കൂട്ടി വെച്ചിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്റ്റില്ലായിട്ടും കിട്ടും. അപ്പോൾ വീഡിയോ റെക്കോർഡിങ്ങിനകത്ത് മെയിനായിട്ട് വരുന്നൊരു സംഭവമാണ് ഇത്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്യാമറ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റില്ലായിട്ടുള്ള ഇമേജസുകൾ ഓരോ ഫ്രെയിമിലും ക്യാപ്ചർ ആവണം. ഇല്ലെങ്കിൽ നമ്മുടെ എൻ്റയർ വീഡിയോ ഇങ്ങനെ പരന്ന പോലെ ഫീൽ ചെയ്യും. അത് വ്യൂവേഴ്സിന് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. കാണാൻ, അതായത് വ്യൂവേഴ്സിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല സ്ക്രീനിൽ. സോ സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള വീഡിയോ റെക്കോർഡിങ്ങിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വ്ളോഗിങ് പെട്ടെന്നില്ല, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വ്ളോഗിങ്ങിന്, അതായത് ഒരു ആക്ഷൻ ക്യാമറ എന്ന നിലയിൽ കൊണ്ടെടുക്കാൻ തീരെ പറ്റത്തില്ല. ഞാൻ അവിടെ സ്ക്രീനിൽ ടെലിഫോട്ടോൻ്റെയും മെയിൻ ക്യാമറേൻ്റെയും അൾട്രാ വൈഡിൻ്റെയും കുറേ സാമ്പിൾസ് കാണിക്കുന്നുണ്ട്. കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും എത്രത്തോളം ഇറിറ്റേറ്റബിൾ ആണ് ഫാസ്റ്റ് മൂവിങ്ങിൽ പിക്ചർ ക്യാപ്ചർ ആവുന്നത്. അതുപോലെ പിന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത വേറൊരു കാര്യമാണ് ബ്ലാക്ക് മാജിക് ക്യാമറ യൂസ് ചെയ്യാനേ പറ്റുന്നില്ല. ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും ഓരോ വിധത്തിലുള്ള ബഗ്ഗുകൾ ബ്ലാക്ക് മാജിക് ക്യാമറയിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡ്സിൽ വന്ന്, അതായത് വ്ളോഗ് ചെയ്യാനായിട്ട് ഒരാളും ഈ ഫോൺ എടുക്കരുത്. നിങ്ങൾ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫോട്ടോയ്ക്കും കുറേ പരിമിതികളുണ്ട്. പരിമിതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റോ ഫോട്ടോഗ്രാഫറിന് വിവോൻ്റെ ഒരു ഫോണും എടുക്കരുത് എന്നേ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വിവോ ഏകദേശം AI പ്രോസസ്സിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഫോട്ടോ AI പ്രോസസ്സിങ്, അതായത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. AI പ്രോസസ്സിങ് ഫോട്ടോസ് അടിപൊളിയാണ്, നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാമിലിടാം, കാര്യങ്ങളൊക്കെ ഇടാം. അല്ലാതെ ഒരു പ്രൊഫഷണൽ ലെവൽ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോഴും റോ ഫോട്ടോസിനെയാണ് ആശ്രയിക്കുന്നത്. അവർ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് തന്നെ റോ മെറ്റീരിയലിലാണ്.
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഏതെങ്കിലും ഒരു ഫോണിൽ എടുത്തിട്ട് നമ്മൾ ചാറ്റ് ജിപിടിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു AI ടൂളിൽ ഇട്ടിട്ട് നല്ലൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഒരു ഫോട്ടോ എത്രത്തോളം വൃത്തിയാക്കാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് എടുത്ത ഫോട്ടോ വൃത്തിയായി കിട്ടുന്നത്. AI ആണ് ഫോട്ടോസിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ ഫോട്ടോൻ്റെ ഒരു എക്സാമ്പിൾ കാട്ടി തരാം. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ്. നൈറ്റാണ് എടുത്തത്, ലോ ലൈറ്റിൽ. എന്നാലും ലൈറ്റൊക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് AI നല്ലൊരു ഇമേജ് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ പോർട്രേറ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെയർസൊക്കെ ശരിക്കും നമ്മൾ വിചാരിക്കും സെൻസ് ചെയ്തിട്ട് ക്യാപ്ചർ ആവുന്ന ഹെയർ ആണ് ഓരോന്നായിട്ട് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് സെൻസ് ചെയ്തിട്ട് AI ജനറേറ്റഡ് ആണ് നമ്മുടെ ഹെയറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഈ ഫോട്ടോയിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിയൽ ഫോട്ടോ എടുത്ത് നമ്മുടെ സ്കിൻ ടോണൊക്കെ ഭയങ്കരമായിട്ട് ഓയിലി പെയിന്റ് എഫക്റ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ സ്മൂത്തൻ ചെയ്യും. മൊത്തത്തിൽ അതങ്ങ് സ്മൂത്തൻ ചെയ്യും. ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഉള്ളിലുള്ള ക്യാപ്ഷൻ ഡയലോഗ് ബോക്സിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതിൽ ഇങ്ങനെ സൂം ചെയ്യുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുക. ഇസ് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യലി ജനറേറ്റഡ്. പിന്നെ യൂസ് ചെയ്യുന്ന ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്. കയ്യിൽ നിൽക്കുന്നുണ്ട്, കമ്പാറ്റബിൾ ആണ്. അതിനകത്ത് വൈഫൈനകത്ത് വീഡിയോ കോൾ ചെയ്യുമ്പം വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ ഒന്നും വലിയ സീനൊന്നുമില്ല. പക്ഷേ സെല്ലുലാർ ഡാറ്റയിനകത്ത് ചെയ്യുമ്പം 4Gനകത്ത് വരെ എന്താ പറയുക, ഓവർ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്. ചില സമയങ്ങളിൽ അത് എപ്പോഴാണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ഉച്ച സമയങ്ങളിലൊക്കെ പുറത്തിറങ്ങിയിട്ട്, അതായത് ക്ലൈമറ്റ് ടെമ്പറേച്ചർ കൂടുതലുള്ള സമയത്ത് പുറത്തിറങ്ങിയിട്ട് കൂൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. ചില സമയങ്ങളിൽ ചെവിയിൽ വെക്കുമ്പോൾ തന്നെ ആ ഹീറ്റായിട്ട് നമുക്കൊരു ഇറിറ്റേഷൻ വരില്ല, ആ ഇറിറ്റേഷൻ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനത്തെ സമയങ്ങളിലൊക്കെ പിന്നെ ഞാൻ എടുത്തിട്ട് ലൗഡ് സ്പീക്കർ ഇട്ട് കൈ പിടിച്ചിട്ടാണ് കോൾ ചെയ്യാറ്. അത് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഉച്ച സമയങ്ങളിലെല്ലാം വീഡിയോ റെക്കോർഡിങ്ങും നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ വീഡിയോ റെക്കോർഡിങ് നോർമലൈസ്ഡ് ആയിട്ട് പോകുന്നു. ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, സ്മൂത്തായിട്ട് റൺ ചെയ്യും. പിന്നെ ഗെയിമിങ്ങിനായിട്ടുള്ള ഫോണല്ല, അതുകൊണ്ട് തന്നെ എന്താ പറയുക, വലിയൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഗെയിം എല്ലാം റൺ ആവും, വലിയ പെർഫോമൻസ് കിട്ടില്ല എന്നേ ഉള്ളൂ. അതേപോലെ ഗെയിം റൺ ആകുമ്പോൾ നമുക്ക് അത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ, അതായത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, വലിയ ഹീറ്റൊന്നും ഇല്ലാതെ അഡ്ജസ്റ്റബിൾ ആയിട്ട് നൈസായിട്ട് പോകും, യാതൊരു പ്രശ്നവും ഇല്ല.